ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഐറ്റം ആയിട്ടാണ്. വേറൊന്നുമല്ല, കുക്കർ മത്തി. അപ്പോൾ മത്തി ചാള എന്നൊക്കെ പല സ്ഥലത്തേക്കും പറയും. നമ്മളെ നാട്ടിലേക്ക് ഇതിന് മത്തി എന്നാണ് പറയുക. അടിപൊളി ഐറ്റമാണ് മക്കളെ, അടിപൊളി ഐറ്റം. അപ്പോൾ ഒരു തവണയെങ്കിലും മത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വൻ നഷ്ടം തന്നെ വേണേൽ പറയാം. കാരണം ഇത്രയും ഞാനിത് റെഡിയാക്കി നോക്കിയ സമയത്ത് ഞാൻ വിചാരിക്കുക കുറച്ചും കൂടെ നേരത്തെ റെഡിയാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. എങ്ങനെയാണിത് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ മറ്റു കറികളൊക്കെ ഉണ്ടാക്കുന്നതിൽക്കും എളുപ്പത്തിൽ, അതായത് മീൻ കറി നമ്മൾ വഴറ്റി ഒന്നും ചെയ്യണ്ടല്ലോ, ഇത് അത്രയ്ക്ക് എളുപ്പമാണ്. എന്നാലോ കിടിലൻ ടേസ്റ്റുമാണ്. എങ്ങനെയാണെന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ഇതാ 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ. ഇനി നേരെ നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസ് മത്തിയാണ് കേട്ടോ, 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ, അത്രയും വലിയ മത്തിയാണിത്. ഇനി ഇതാ നന്നായിട്ട് ആ മസാലകൾ നല്ലപോലെ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതാ മൊത്തത്തിൽ ആ ഒരു മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ മത്തി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇത് വലിയ മത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ആയത്തിലൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും നല്ല രീതിക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ സൈഡിലും ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചെറിയ മത്തിയാകുമ്പോൾ പിന്നെ നമുക്ക് വരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു മിക്സിൻ്റെ ജാറുണ്ടല്ലോ, അത് നമ്മൾ കഴുകി കളയേണ്ട, അവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കുക. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് ആ ഒരു മസാല മൊത്തത്തിൽ ഇതിൽ നല്ലപോലെ പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. ഇനി ഇതാ ഇതുപോലൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അതും ആ ഒരു മത്തി ഒന്ന് മസാല പിടിക്കുന്നവരെ ഇതും ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ അതിൽ കുതിർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ മതിയാവും. നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് ഈ ഒരു ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് തന്നെ ഇതാ ഈ ഒരു എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചു. ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള മത്തിക്കുട്ടന്മാരതാ നേരെ ഇതിലേക്കൊന്ന് അടുക്കി പെറുക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇത് 4 എണ്ണം ആയതുകൊണ്ട് തന്നെ നേരെ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു മസാല ഒന്നും കളയരുത്, നേരെ ഇതാ ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ അതിലേക്ക് വെച്ച് കൊടുക്കുക. മീനിൻ്റെ മുകളിലേക്കൊക്കെ ഒന്നിങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഒരു മിക്സിൻ്റെ ജാറ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിലേക്ക് കുറച്ച് പുളിവെള്ളമാക്കി കൊടുക്കുക. നമ്മൾ പുളിയൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അപ്പോൾ ആ പുളിവെള്ളം കുറച്ച് ഈ ഒരു പ്ലേറ്റിലേക്കും ആ ഒരു മിക്സിൻ്റെ ജാറിലേക്കൊക്കെ ആക്കിയിട്ട് നേരെ ഇതിലേക്കാക്കിയിട്ട് നേരെ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ
സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിൻ്റെ വെള്ളം കൂടെ നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കയ്യിലും സ്പൂണൊന്നും എടുത്തിട്ടൊന്നും ഇളക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ആ ഒരു കുക്കറിൻ്റെ പിടി പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു എന്താ പറയുക, മത്തിയിലേക്ക് മൊത്തത്തിൽ ആ ഒരു മസാലയും അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണയും ഉള്ളിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പുളിൻ്റെയൊക്കെ വെള്ളം ഒന്നിങ്ങനെ ഇറങ്ങി വരാനുള്ള രീതിയിൽ മൊത്തത്തിലൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ സ്പൂണൊന്ന് വെച്ച് കുത്തിയിട്ട് കളയരുത്. അപ്പോൾ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ. അപ്പോഴത്തേക്ക് നമ്മളെ മത്തിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും, സൂപ്പറായിട്ട് തന്നെ വെന്ത് വരും. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് അടിക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എയർ മൊത്തമായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് തുറന്ന് നോക്കാവൂ. അതിന് മുമ്പ് തുറക്കരുത് കേട്ടോ. അത് എയർ മൊത്തമായിട്ട് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് തന്നെ തണിഞ്ഞ് ഇതിൻ്റെ എയറൊക്കെ കംപ്ലീറ്റ് തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുക്കറിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അടിപൊളി സ്മെല്ല് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം ഉറന്നിട്ടാൽ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് മക്കളെ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ 1/4 ഭാഗം പണി പോലും ഇല്ല. കാരണം ഇത് വയറ്റ് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാവുകയും ചെയ്യും. എന്നാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. മത്തിയൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നൊരു മീനായിരിക്കുമല്ലോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. എന്നിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നടുഭാഗത്തേക്ക് തന്നെ ഒരു മത്തിയും അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രേവിയും കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ഞാനിത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നേരെ ഒരു കഷ്ണം മീനും എന്നിട്ട് കുറച്ച് ചോറും കൂടെ കുഴച്ച് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ സ്വർഗ്ഗം മാമ, സ്വർഗ്ഗം എന്ന് പറയും പോലെയാണ്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ ബാക്കിയും കൂടെ പോയി കഴിക്കട്ടെ. ബായ്.